നമസ്കാരം. ലോകരാഷ്ട്രീയത്തിന്റെ ആകാശത്ത് വീണ്ടും ഒരു പുതിയ നക്ഷത്ര സംയോജനം രൂപപ്പെടുന്നു. യുദ്ധത്തിന്റെ ചാരപ്പൊടിയിൽ നിന്ന് സമാധാനത്തിന്റെ വെളിച്ചം പുറത്തുവരും. വർഷങ്ങളായി വൈരത്തിന്റെയും വിലക്കുകളുടെയും ഭീഷണികളുടെയും ഭാഷയിൽ മാത്രം പരസ്പരം സംസാരിച്ച അമേരിക്കയും ഇറാനും ഇപ്പോൾ ചരിത്രത്തിന്റെ മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് ലോകം കേൾക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവായ മുസ്തഫ ഖമേനിയുമായി ഭാവിയിൽ കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ വേദിയിൽ ഈ പ്രസ്താവന സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിധ്വനി ചെറുതല്ല. ഇറാൻ പരമാധികാരി ആയത്തുള്ള മുസ്തഫ ഖമേനിയുമായി ഭാവിയിൽ കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും പുതിയൊരു കരാറിലെത്താനുമുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ പ്രതികരണം. മുസ്തഫ ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും നയതന്ത്ര ചർച്ചകളുടെ പുരോഗതി അനുസരിച്ച് ഭാവിയിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ മുസ്തഫ ഖമേനി തനിക്ക് ഒട്ടും പ്രിയപ്പെട്ട ഒരു വ്യക്തിയല്ല എന്ന് ട്രംപ് തുറന്നു പറയുകയും ചെയ്തു. എങ്കിലും അദ്ദേഹം ഒരു പ്രൊഫഷണൽ രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുന്ന ആളാണെന്നും ചില മേഖലകളിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള ചർച്ചകൾ നിലവിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇരു രാജ്യങ്ങൾക്കും അനുകൂലമായ ഒരു മികച്ച കരാറിലേക്ക് കാര്യങ്ങൾ എത്താറായിട്ടുണ്ടെന്നും US പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇസ്രായേൽ US വ്യോമാക്രമണത്തിൽ മുൻ പരമാധികാരി അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ മകനായ മുസ്തഫ ഖമേനി ഇറാന്റെ പുതിയ പരമാധികാരിയായി ചുമതലയേറ്റത്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ മധ്യസ്ഥർ മുഖേനയാണ് പുരോഗമിക്കുന്നത്. അമേരിക്കൻ ഇറാൻ ബന്ധം പലപ്പോഴും സംഘർഷത്തിന്റെ തീയിൽ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാമ്പത്തിക ഉപരോധങ്ങളും ആണവ വിവാദങ്ങളും പശ്ചിമേഷ്യയിലെ അധികാര മത്സരങ്ങളും ഈ ബന്ധത്തെ എന്നും അകലം പാലിക്കാൻ നിർബന്ധിതമാക്കി. എന്നാൽ ചരിത്രം പലപ്പോഴും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സത്യമുണ്ട്: ഏറ്റവും കടുത്ത ശത്രുക്കളും ഒരു ദിവസം സംവാദത്തിന്റെ മേശയിലേക്ക് എത്തപ്പെടാം. അത്തരമൊരു പ്രതീക്ഷയുടെ ചെറിയ ജ്വാലയാണ് ട്രംപിന്റെ പുതിയ പരാമർശം. ഇറാനുമായി ഒരു ധാരണയിലെത്താൻ സാധിച്ചാൽ മുസ്തഫ ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്താൻ താൻ തയ്യാറാണെന്ന് ട്രംപ് വ്യക്തമാക്കുമ്പോൾ സംവാദത്തിന് വാതിൽ തുറന്നു വെക്കാനുള്ള രാഷ്ട്രീയ പക്വതയും ഈ പ്രസ്താവനയിൽ പ്രകടമാണ്. മുസ്തഫ ഖമേനി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി അധികാരമേറ്റതോടെ രാജ്യത്തിന്റെ വിദേശ നയത്തിലും പുതിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നു. പിതാവായ അലി ഖമേനിയുടെ പാത പിന്തുടരുമ്പോഴും പുതിയ സാഹചര്യങ്ങളിൽ ലോകശക്തികളുമായി ഇടപഴകേണ്ട വെല്ലുവിളി അദ്ദേഹത്തിന് മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രതികരണം കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. നയതന്ത്രം എന്നത് പലപ്പോഴും വെടിവെച്ചുകൾക്ക് ശേഷമുള്ള നിശബ്ദതയുടെ ഭാഷയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തിടത്ത് സംഭാഷണങ്ങൾ ചിലപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ട്രംപും ഖമേനിയും ഒരേ മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ഒരു ദിവസം യാഥാർത്ഥ്യമാകുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ല. എന്നാൽ ആ സാധ്യതയെക്കുറിച്ചുള്ള ഒരു വാചകം പോലും ലോകരാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. കാരണം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വെറും കരാറുകളിൽ മാത്രം നിർവചിക്കപ്പെടുന്നില്ല. ചിലപ്പോൾ ഒരു കൂടിക്കാഴ്ച, ഒരു കൈകോർക്കൽ, ഒരു സംവാദം, അതൊക്കെയാണ് ചരിത്രത്തിന്റെ പുതിയ അധ്യായങ്ങൾ എഴുതുന്നത്. 5th ആനന്ദ് TV ഫിലിം അവാർഡ്സ് ജൂൺ 13 അപ്പോളോ മാഞ്ചസ്റ്ററിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് ടിക്കറ്റ്സ് കോൾ 02085484897.